ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് സൺഡേ മോർണിംഗ്സൊക്കെ ഷൂട്ട് ചെയ്തത്. സൺഡേ മോർണിംഗ്സിൽ ഷൂട്ട് ചെയ്തത് ഒരു 7 എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. അതായത് അടുത്ത സൺഡേ വരെ. കാരണം ഇടയ്ക്ക് ഇപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അടുത്ത സൺഡേ വീണ്ടും ചെയ്യും. അപ്പോൾ പല പ്രാവശ്യവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൺഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കും ഇന്ന് എന്ത് സംസാരിക്കും. ഞാനതിന് വേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ കർത്താവിനോട് ചോദിക്കും, കർത്താവെ എന്താ സംസാരിക്കേണ്ടത്, കർത്താവിൻ്റെ നാവിനെ നിയന്ത്രിക്കണം. എപ്പോഴും ഞാൻ ഓർക്കും ഇന്നൊന്നും പറയാൻ കാണത്തില്ല, അല്ലെങ്കിൽ 1-2 എപ്പിസോഡ് എടുത്തിട്ട് അങ്ങ് നിർത്താം, ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അടിയനല്ല സംസാരിക്കുന്നത്, അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിക്കണം. അങ്ങയ്ക്ക് എന്താണോ സംസാരിക്കാനുള്ളത് അവർക്ക് ആശ്വാസം ലഭിക്കണം, ആത്മീയ വർധന ലഭിക്കണം, അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റണം, കറക്റ്റ് ചെയ്യാൻ പറ്റണം, റിബ്യൂക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ 7ാമത്തെ എപ്പിസോഡ് ചെയ്യാൻ പോവുക. 1-2 ചെയ്യാൻ പോലും പറ്റുമെന്ന് ഓർത്ത് തുടങ്ങിയതല്ല. ഇത് കർത്താവിൻ്റെ ഒരു കൃപയാണ്. ഞമ്മല്ലേ എൻ്റെ നോളജോ എൻ്റെ വിസ്റ്റമോ അല്ല, അതിനകത്ത് ഒരു പാർട്ടുമില്ല ഇതിനകത്ത്. ഓക്കെ, ഒരു വചനം കൂടെ വായിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കർത്താവിൻ്റെ അക്സെപ്റ്റൻസും കർത്താവിൻ്റെ അപ്രൂവലും ടോട്ടലി ഡിഫറെൻറ്റാണ്. അതിനെക്കുറിച്ച് പോളൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം 2 തിമോത്തി 2:15 ഞാൻ ലിവിങ് ബൈബിളിൽ നിന്ന് വായിക്കാം. കുറച്ചുകൂടെ നല്ല ട്രാൻസ്ലേഷൻ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രാൻസ്ലേഷൻ. 2 തിമോത്തി 2:15 വർക്ക് ഹാർഡ് സോ ഗോഡ് ക്യാൻ അപ്രൂവ് യു. അക്സെപ്റ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞത്, വർക്ക് ഹാർഡ്, നന്നായിട്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ അതിലൊരു അധ്വാനമുണ്ട്. ഡിനൈങ് അവർ സെൽഫ് എന്ന് പറയുന്നത് തന്നെ ഒരു അധ്വാനം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ. കാരണം കർത്താവിന് ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കണം. അതൊരു വലിയ സ്ട്രഗിളാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടം ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ലോകത്തിൻ്റെ പാറ്റേണും ദൈവരാജ്യത്തിൻ്റെ പാറ്റേണും ടോട്ടലി ഡിഫറൻറ്റാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ ജഡത്തിൻ്റെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഹാർഡ് വർക്ക്. പിന്നെ വചനത്തിൽ അധ്വാനിക്കേണ്ടി വരും, കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വരും. കാരണം റെവലേഷൻസ്, കർത്താവ് എന്താ സംസാരിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാട് എന്താ, അപ്പോൾ അതിനെല്ലാം അധ്വാനമുണ്ട്. അതാ തിമോത്തിയോട് പോൾ പറയാം, വർക്ക് ഹാർഡ് സോ ഗോഡ് ക്യാൻ അപ്രൂവ് യു. അപ്പോൾ കർത്താവിൻ്റെ അപ്രൂവൽ വേണമെങ്കിൽ അവിടെ ഒരു ഹാർഡ് വർക്കുണ്ട്. ദൈവരാജ്യത്തിൽ അല്ലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചുമ്മാ അലക്ഷ്യമാക്കി പോകുന്നവരെ കർത്താവ് അപ്രൂവ് ചെയ്യത്തില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചോണം. ഇന്ന് പലപ്പോഴും ന്യൂജൻ ചർച്ചസ് പറയുന്നത് നമ്മൾ കർത്താവെ എന്ന് വിളിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, കർത്താവ് നിങ്ങളെ രക്ഷിച്ചോളൂ. കർത്താവ് അക്സെപ്റ്റ് ചെയ്യും, അതിനകത്ത് സംശയമില്ല. കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അപ്രൂവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? അപ്രൂവ് ചെയ്യാൻ എന്താ ഉള്ളത്? ആ കള്ളൻ എന്ത് കാര്യമാണ് ചെയ്തത്? നല്ലൊരു വിശ്വസന ദാസാന്നുള്ള വിളി കേൾക്കണമെങ്കിൽ കർത്താവിന് നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം അനിലിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് അനിലിനെ ആദ്യം പ്രൂവ് ചെയ്തു അതിൻ്റെ വിശ്വസനാണെന്നുള്ളത്, എഫിഷ്യൻ്റ് ആണെന്നുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞൊഴിയത്തില്ല, അത് ചെയ്തേ മാറത്തുള്ളൂ എന്നുള്ളത് അനിൽ പ്രൂവ് ചെയ്യും. അനിലത് പ്രൂവ് ചെയ്തപ്പോൾ, അനിലെ പ്രവൃത്തിയോടെ പ്രൂവ് ചെയ്തപ്പോൾ അനിലെ നമ്മൾ അപ്രൂവ് ചെയ്തു. എന്താ? ഈസ് ഫെയ്ത്ത്ഫുൾ. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രവൃത്തികളും കർത്താവ് കണ്ടുകൊണ്ടായിരിക്കും. നമ്മളീ എങ്ങും പിടികൊടുക്കാതെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ പല ആൾക്കാരെ കണ്ടു പറയുന്നത് മുഴുവൻ വലിയ കാര്യങ്ങൾ, വലിയ ആത്മീയ മർമ്മങ്ങളും ഭയങ്കര കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പണ്ട് നടന്നു. ഇപ്പോഴത്തെ അല്ല, പണ്ട് നടന്നു. ഇപ്പോഴോ ഈ പറച്ചിൽ മാത്രം. പട്ടാളക്കാർ റിട്ടയർ ചെയ്തതിന് ശേഷം ഇരുന്നുകൊണ്ട് കഥ പറയത്തില്ലേ, പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, റിട്ടയർ ലൈഫ്. ഇതല്ല ആത്മീയജീവിതത്തിൽ ഓരോ ദിവസവും ഫ്രൂട്ട്ഫുള്ളാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ കർത്താവ് നല്ലൊരു വിശ്വസനായ ദാസാന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിലേത് കാറ്റഗറിയിൽ നമ്മൾ വരുന്നത്? വർക്ക് ഹാർഡ് സോ ഗോഡ് ക്യാൻ അപ്രൂവ് യു. അപ്പോൾ
നമ്മുടെ ഒരു സമർപ്പണം ഇതിനകത്തുണ്ട്. കർത്താവ് നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, കർത്താവ് നമ്മളൊരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ഒരു സമർപ്പണം, ഒരു അവൈലബിലിറ്റി, ഇവൻ പറഞ്ഞാൽ ചെയ്യും, ശരി ഇവൻ പെർഫെക്റ്റ് എന്നല്ല, പക്ഷേ എനിക്ക് എൻ്റെ ശക്തി അവന് കൊടുക്കാൻ പറ്റും. മോശം അങ്ങനെയല്ല, മോശം വിൽക്കനായിരുന്നു. പക്ഷേ കർത്താവ് നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിക്കോളാം. പോള് പറയാം, എന്നെ ശക്തനാക്കുന്നൊരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി. എൻ്റെ ബലഹീനതയില്ല അവൻ്റെ ശക്തി തികഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ ബലഹീനനാണ്, പക്ഷേ വിശ്വസ്തൻ. സ്വന്തം ശക്തിയില്ല, സ്വന്തം ശക്തിയെല്ലാം ഇല്ലെന്ന് അല്ലെങ്കിൽ ഒഴുകിക്കളഞ്ഞു. പക്ഷെ കർത്താവിൻ്റെ ശക്തിയിൽ ഭയങ്കര വിശ്വാസം. ഒരു കാര്യം കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അതിന് വിശ്വസ്തത വേണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. തിമോത്തിയോട് പോള് വീണ്ടും അഡ്വൈസ് ചെയ്യുക, വർക്ക് ഹാർഡ് സോ ഗോഡ് ക്യാൻ അപ്രൂവ് യു. അല്ല നീ യേശുവിനെ വിളിച്ചാൽ മതി, നീ രക്ഷപ്പെട്ടോളൂ നല്ല പോൾ തിമോത്തിയോട് പറഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ അംഗീകാരം നിനക്ക് വേണോ? നീ അതിന് വില കൊടുക്കുക, നീ അതിനു വേണ്ടി അധ്വാനിക്കുക, നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവാകട്ടെ. ബി എ ഗുഡ് വർക്കർ, വൺ ഹൂ ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ് ആൻഡ് ഹൂ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ബി എ ഗുഡ് വർക്കർ, നല്ല ഒരു പോരാളിയാകുക, നല്ലൊരു പടയാളിയാകുക, നന്നായിട്ട് ജോലി ചെയ്യുക. നന്നായിട്ട് എങ്ങനെ? ഹൂ ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്. അപ്പോൾ നല്ല പടയാളിയായിട്ട് മാത്രമായില്ല, ചിലപ്പോൾ ലജ്ജിക്കപ്പെടാം. ബൈബിളിൽ ഞങ്ങൾക്ക് കർത്താവിന് വിശ്വാസമാണ്, പക്ഷേ കർത്താവിന് ഞങ്ങളെ വിശ്വാസമല്ല. അതേസമയം തിമോത്തിയോട് പറയാം, നീ നന്നായിട്ട് പൊരുത്, നീ നന്നായിട്ട് വേല ചെയ്യും, ലജ്ജിക്കേണ്ടി വരത്തില്ല. ആൻഡ് ഹു കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ ലജ്ജിക്കാൻ ഇടവരുന്നത് ഒരവസ്ഥയുണ്ട് കേട്ടോ. നമ്മൾ വെച്ചാൽ കാര്യം വലിയ ശുശ്രൂഷകരായിരിക്കും, നമുക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ മീറ്റിങ്സ് ഭയങ്കര ആൾ വരുന്നുണ്ടാകും. പക്ഷെ നമ്മൾ പലപ്പോഴും വചനം കൂട്ടി മാറ്റി മറിക്കുമ്പോൾ ആൾ കൂടുന്നത് കേട്ടോ. നിങ്ങൾക്ക് മാനസാന്തരം വേണ്ട, നിങ്ങൾക്ക് കർത്താവിനെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, കാറ് വേണോ, വീട് വേണോ, ഇതെല്ലാം ഉണ്ട്, അബ്രാമിന് ഇതെല്ലാം കൊടുത്തിരുന്നു, ഇതെല്ലാം നിങ്ങൾക്കും കിട്ടുമെന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾ കൂടും. പക്ഷേ ഇപ്പം വായിച്ചു തരില്ല. ഹൂ ബി എ ഗുഡ് വർക്കർ, ഒരു നല്ല ജോലിക്കാരനായിരിക്കുക. വൺ ഹൂ ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്, ലജ്ജിക്കാൻ ഇടവരാത്ത. എങ്ങനെ? ആൻഡ് ഹൂ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ആ സത്യവചനത്തെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല കുഴപ്പമില്ല, നീ ലജ്ജിക്കേണ്ടി വരും. നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാര്യം നീ കയറി ചെയ്തു, പക്ഷെ നീ വിശ്വസമില്ല. നീ നിൻ്റെതായ ട്രാൻസ്ലേഷൻ കൊടുത്തു, നിൻ്റെതായ എക്സ്പ്ലനേഷൻ കൊടുത്തന്നെ ആളിനെ കൂട്ടാനും അതുവഴി നിനക്ക് കിട്ടാവുന്നത് കിട്ടാൻ. പല സത്യങ്ങളും നീ സത്യമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളൂ. കർത്താവിൻ്റെ അക്സെപ്റ്റൻസും അപ്രൂവലും രണ്ടും രണ്ടാണ്. നമ്മൾ ഇതിലേത് കാറ്റഗറി വരുന്നത്? മാനസാന്തരപ്പെടാം, ഒന്നും ഭാരപ്പെടണ്ട. ഇത്ര നാൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല, പറ്റിയിട്ടില്ലെങ്കിൽ ഭാരപ്പെടണ്ട. ഇന്ന് മാനസാന്തരപ്പെടാം. കർത്താവേ, ഐ വാണ്ട് ടു ബി എ സെർവൻറ്റ് ഹു ഈസ് അപ്രൂവ്ഡ് ബൈ യു. അങ്ങ് അംഗീകരിക്കുന്ന ഒരു വേലക്കാരനാക്കണം, അല്ലെങ്കിൽ ഒരു ദൈവത്തിലാക്കണം. കർത്താവ് സഹായിക്കട്ടെ.